ഇവളുടെ അച്ഛൻ്റെ രണ്ടാമത്തെ കട ഉദ്ഘാടനമാണ്. ഇതിന്റെ പേര് ഫുഡ് സ്റ്റുഡിയോ ബൈ ഫുഡ് ലാൻഡ് തന്നെ. ഇങ്ങനെയാണ് ഫുൾ ടൈം മുഖം ചിരിച്ചോണ്ടിരിക്കും. ഇവൻ അതിൽ ഡിസൈൻ ചെയ്തിട്ട് എന്തൊരു രസമാണ് കാണാൻ. എന്റെ അഭിഷ്ടപ്രകാരം ഒരു താമര. നീ എനക്കാണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം. വാടി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കുരിച്ചിറക്കി വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു സുന്ദരി കുട്ടീനെ കണ്ട, ഒരു പച്ചക്കുട്ടി. അയ്യോ, സ്കൂൾ തുറന്നോളൂ. അപ്പോഴേക്ക് സ്കൂളിൽ മുടങ്ങിയിട്ടിരിക്കുക. അവള് മടിയെത്തി അല്ലേ? മടി പിടിച്ചിട്ടല്ല പോവാഞ്ഞത് അല്ലേ? ഉദ്ഘാടനം കാരണം നമ്മുടെ തുന്തുരുവിൻ്റെ ഇവളുടെ അച്ഛൻ്റെ രണ്ടാമത്തെ കട ഉദ്ഘാടനമാണ് ഇന്ന്. കുരിച്ചിറ തന്നെയാണ്. കുരിച്ചിറ അത് കുരിച്ചിറ സെൻറ്റർ. ഇതൊക്കെ കൈക്കോ റോഡ്. കുരിച്ചിറ മറ്റേ വളർക്കാവ് ഗാനത്തിലേക്കൊക്കെ പോണ വഴിയാണ് ഈ റോഡ്. അപ്പോൾ ഈ റോഡിൽ നമ്മുടെ ഈ ജോസ്കോര വീട് കഴിഞ്ഞിട്ട് വലതുവശത്ത് തുടങ്ങിയിട്ടുണ്ട്. ആകെ പച്ചയായിട്ട് ആകെ പച്ചമയം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഒക്കെ വരുന്നല്ലോ. അവരെങ്ങോട്ടോ പോണം. അപ്പോ അന്ന് അധോലോകം കൂടിയപ്പോ തുന്തൊരു ഫുഡ് കൊണ്ടുവരാൻ വന്നപ്പോ അന്ന് പറഞ്ഞിരുന്നില്ലേ, അന്ന് തുടങ്ങി. ശരിക്കും ഒഫീഷ്യലായിട്ട് ഇനോഗ്രേഷൻ ഒക്കെ വെച്ചേക്കണത് ഇന്നാണെന്ന് മാത്രം. ഞായറാഴ്ച ഇവിടെ ഫുഡ് സപ്ലൈ അങ്ങനത്തെ ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ അവൻ്റെ മുന്നത്തെ കട ഫുഡ് ലാൻഡ്, അവിടെ എന്ന് പറഞ്ഞാൽ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ അവിടേക്ക് വരുന്നവർ മെയിനായിട്ടും അവൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഒരു 2 കസേര ഇട്ടിട്ട് എങ്ങനെയെങ്കിലും കുറച്ചൊരു സൗകര്യം ഇരുന്ന് കഴിക്കാനുള്ളത് ചെയ്തു തരാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അവിടെ അതിനുള്ള സൗകര്യമില്ല, ഒട്ടും സൗകര്യമില്ല. കുഞ്ഞു റൂം അത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കിട്ടിയേക്കണത് ഒരു 2 ചെയറൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ടേക്ക് അവേ ഉണ്ട്, ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഉദ്ഘാടനത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് കട ഫുഡ് സ്റ്റുഡിയോ. അപ്പോൾ ആദ്യത്തെ ഷോപ്പ് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ലാൻഡ്. ഇതിൻ്റെ പേര് ഫുഡ് സ്റ്റുഡിയോ ബൈ ഫുഡ് ലാൻഡ് തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുന്തുരിൻ്റെ കൂട്ടുകാരനുണ്ട് ഒരു ജിതിൻ. തുന്തുരിനേക്കാളും പാവം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, തുന്തുര് തന്നെ പച്ചപ്പാവം. അതിനേക്കാളും പാവം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരുണ്ട് അവന്, ജിതിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനിതുപോലെ തുന്തുരിൻ്റെ പോലെ വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനും കൂടി പാർട്ട്ണർഷിപ്പിലാണ് ഈ ഷോപ്പ് കേട്ടോ. അപ്പോൾ അവനാവും ഇവിടെ ഉണ്ടാവുക. ഫുഡ് ഉണ്ടാക്കണത് തുന്തുരി തന്നെയായിരിക്കും. അത് നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന അതേ ഐറ്റംസ് തന്നെ ഇത്തിരിയും അളവ് കൂട്ടി ഉണ്ടാക്കും, പകുതി ഇങ്ങോട്ട് ഒഴിക്കും എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മുടെ ഷാജു ഏട്ടൻ വന്നിട്ടുണ്ട്. ഇത് ചക്കരയുടെ അച്ഛനാണ്. പിന്നെ ചക്കരയുടെ അമ്മ, എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ സജീഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും ദേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് അവിടെ ഉണ്ടാക്കിയതാ. അന്നത്തെ പോലെ ചിക്കൻ സൂപ്പില്ലേ? അയ്യോ വേണ്ട ചായ. ചായ ഞാൻ നിർത്തിയേക്കാം. ഷുഗർ കട്ട്. ആദ്യത്തെ ഫുഡ് വിൽപ്പന കൊടുക്കുന്നത് ചേട്ടനാണ് കൊടുക്കാൻ പോകുന്നത്. ചേട്ടൻ്റെ വീട് എവിടെയാ? അതെ, അറിയാം. ആദ്യ വിൽപ്പന. അപ്പൊ തുന്തുരിനൊരു പാർട്ട്ണർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഇതാണ് ജിതിൻ. ഇങ്ങനെയാണ് ഫുൾ ടൈം മുഖം ചിരിച്ചോണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും ഇങ്ങനെയാണോ? അത് ഭാര്യയോട് ചോദിക്കേണ്ടി വരില്ലേ? അപ്പൊ ആള് പിന്നെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പേര് ഷാജു. ആ ചേട്ടനാണ് ശരിക്കും ഇവിടെ കുറെ നാളുകളായിട്ട് 15 കൊല്ലമായിട്ട് ഈ ഷോപ്പില് ടേക്ക് അവേ മാത്രമായിട്ടുണ്ടായിരുന്നു അല്ലേ?
കഴിക്കുന്നത്. ഉണ്ടായിരുന്നു. അപ്പോൾ ആളിപ്പോഴും ഉണ്ട് കേട്ടോ, ഇവരുടെ കൂടി ഉണ്ട്. അങ്ങനെ ഇവർ 3 പേര് കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് റൺ ചെയ്യണത്. എന്നിട്ടേക്ക് തുന്തുര ഫുഡ് ഉള്ളത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കടയിലുള്ള അതേ ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇവൻ ശരിക്ക് വടകര കോഴിക്കോടുകാരനാണ്. അപ്പോൾ ഇവൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ നമ്മൾ ഇനി വെക്കാൻ പോകുന്നത്. തലശ്ശേരി ദം ബിരിയാണി. ആണോ? ആ, ദം ബിരിയാണിയാണ് നമ്മുടെ നോർമൽ ബിരിയാണി ഇല്ല, തൃശ്ശൂർ ബിരിയാണി ഇല്ല, തലശ്ശേരി ബിരിയാണിയാണ് ഇന്നുള്ളത്. അന്ന് ഹൈദരാബാദി ആയിരുന്നു, ഇന്ന് തലശ്ശേരി ബിരിയാണി ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ നോർമലായിട്ട് ചില്ലി പോർക്ക്, ചില്ലി ഗോബി, ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈ, പിന്നെ ഇവിടെ ഫിഷ് കറി എല്ലാം, ചിക്കൻ റോസ്റ്റ് എല്ലാം ഉണ്ട്. അന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു. ഇന്നില്ല, ഇന്ന് നമ്മൾ ചായയും കട്ട്ലേറ്റ്. പിന്നെ കടയൊന്ന് കാണിച്ചു തരാം. കടയിൽ 2 ഇതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, 2 ടേബിളും ഇതും അത്യാവശ്യം കുറച്ച് പേർക്ക്. പിന്നെ പിന്നെ ഇവിടെ ഇത് നമ്മുടെ അച്ഛൻ ചെയ്തതാവും അല്ലേ? ഇത് അച്ഛൻ്റെ പരിപാടി കേട്ടാ. അച്ഛൻ പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇത്. നമ്മുടെ മടക്കിയിടാം ആവശ്യമില്ലാത്ത അങ്ങനെ. പിന്നെ ഇവിടേക്ക് വരാ. ഇതാണ് കേട്ടോ ജിതിൻ്റെ ഭാര്യ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഭാര്യയും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ സൗകര്യങ്ങളാണ് ഇവിടെ. ചായ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പാത്രം കഴുകാൻ, കാരണം ഡൈനിങ് ഇതുള്ളത് കൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനൊക്കെയുള്ള സൗകര്യം വേണമല്ലോ. അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഉച്ചഭക്ഷണം വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ്. വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടത്, കാരണം അതുകൊണ്ട് ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ ഇനി സമയമില്ല. പിന്നെ ഉച്ചയാവണമല്ലോ. അപ്പോൾ പോവാണ്. അല്ല, പൈസ പറയും. ഗൂഗിൾ പേ ചെയ്യാം. ചേട്ടൻ്റെ കൈമിലത്തെ മറഡോണേനെ ടാറ്റു കുത്തിയിട്ടുള്ളത് ഒരു 4 വർഷം 5 വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുള്ളൂ. അഖിൽ, ഇതാണ് അഖിൽ. നമ്മുടെ ബിന്ദു ചേച്ചി ഇല്ലേ, ബിന്ദു ചേച്ചിയുടെ മകൻ അഖിൽ ഘോഷ്. ഞങ്ങൾ അഖിമോനേന്ന് സ്നേഹത്തോടെ വിളിക്കും. അഞ്ചേരിയിലാണ് എൻ്റെ ടാറ്റുവിൻ്റെ ഷോപ്പ് കേട്ടാ. അന്നേ മോനേന്ന് എന്നെ വിളിക്കാറ്. അപ്പോൾ അഖിലാണ് ഇത് കുത്തിയേട്ടാ, ടാറ്റു കുത്തിയത്. കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഫിനിഷിങ് കാണുമ്പോഴേ. പിന്നെ ഇപ്പോഴും ചോദിക്കാറുണ്ട് ആളുകൾ ഇത് എവിടെ ചെയ്ത് ഇവന്റെ ഇപ്പൊ ടീഷർട്ട് ഇറക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് ടീഷർട്ട് പ്ലെയിൻ ആയിട്ട് ഇറക്കിയിട്ട് ഇവൻ അതിൽ ഡിസൈൻ ചെയ്തിട്ട് എന്തൊരു രസമാണ് കാണാൻ. വലിയ അതന്നെ ജഗ്ഗുന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ജഗ്ഗുന് അത് ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതൊരു പ്രത്യേക ഫാബ്രിക് പെയിന്റ് വെച്ചിട്ടൊന്നല്ല ഡിസൈൻ ചെയ്യണേ. ഒന്നുമില്ലേ, വെറും ബ്ലാക്ക് ബനിയനാണോ? അത് മാത്രമേ ഉള്ളൂ. കാരണം ഇവൻ ഹാൻഡ് മേഡ് അങ്ങനെ ചെയ്യണല്ല, കൈ കൊണ്ട്. ക്രിയേറ്റിവിറ്റിയാണ് അതിൽ കാണാം, ഉണ്ടാവുള്ളൂ. വേറെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. കാരണം അത് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വിറ്റുപോകും അല്ലേ? അപ്പൊ തന്നെ ഉണ്ടാവുള്ളൂ. ആ ടീഷർട്ടിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ തുണി കേടായാലും അത് കീറിപ്പോയാലും ഇവൻ ചെയ്ത ഡിസൈൻ പോവില്ല. അത് വന്നു അങ്ങനത്തെ ടൈപ്പ് ഒരു സാധനമാണ് ഇവൻ ചെയ്യണം. അടിപൊളി. അപ്പൊ ഞങ്ങൾ പോവാണ്. അയ്യോ കറിയിടും ഞാൻ പോവാന്ന് പറയുമ്പോ. കറിയണ്ട നമ്മളെ തുന്തുരുന്റെ ഷോപ്പിൽ നേരെ അഞ്ചേരിയിലേക്ക് വന്നേക്കാട്ടാ. ഇതേ അഖിലിന്റെ കട ഇതാണ്. ഇതിനെന്താ പറ ഈ വഴീനെ? കുട്ടനല്ലൂർ റോഡ്. ചേട്ടൻ പറഞ്ഞു. ഹൈലൈറ്റ് മാളിലേക്ക് പോണത് ജൂബിലിയുടെ അവിടെ നിന്ന്, തൃശ്ശൂർ ജൂബിലിയുടെ അവിടെ നിന്ന് ഹൈലൈറ്റ് മാളിലേക്ക് പോണതിന്റെ വഴിയിലാണ് ഈ അഞ്ചേരി ചിറ. അപ്പൊ അവനിവിടെ എന്തോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു. നേരല്ലാന്ന്, പക്ഷെ വന്നേ പറ്റൂന്ന്. അപ്പൊ ഇതാണ് ടാറ്റു സ്റ്റുഡിയോ ട്ടാ. എന്തിട്ടാണ് തരാൻ പോണത്? ജഗ്ഗുവിന് പ്രിന്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓ, ഇത് പ്രിന്റ് ഇവര് ചെയ്യിപ്പിക്കണതാണ് കേട്ടാ. നിന്റെ ഏതെങ്കിലും വർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തേ. കണ്ട, ഇതാണ് അവൻ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ സ്വന്തം ക്രിയേറ്റിവിറ്റി കൊണ്ട് ഇവന്റെ കൈ കൊണ്ട്
ചെയ്യുന്ന സംഭവമാണ് ഇത്. ഫാബ്രിക് പെയിന്റ് ഒന്നും വെച്ച് ചെയ്യണല്ല, എന്തോ ബ്ലീച്ച് വരയ്ക്കണതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. നല്ല തുണിയാണല്ലോ. വരച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവിടെ വരയ്ക്കാൻ ചെയ്യ. ആ ഇത് കണ്ണൊക്കെ ഉണ്ടല്ലോ. നല്ല ഭംഗിയില്. അത് മീഡിയം. ജഗുന് ഇത് മതിയാവും. ജഗു ഇട്ടോട്ടെ. മീഡിയം സൈസ് ഉള്ളത് ഇതാണ്. അപ്പൊ ഇത് ജഗുന് വാങ്ങിച്ചു കേട്ടാ. ആ ഇത് വേറെ ടൈപ്പാ. ആ ഹൈ സ്ലീവ് പോലത്തെ ടൈപ്പ്. ആ ഇത് കൂട്ടുകാരൻ്റെ. അത് പല കളറുണ്ട്. നീ ബ്ലാക്ക് മാത്രം എന്റെ ഇപ്പൊ ഈ കളറാക്കിയേ. അവന്റെ ഇഷ്ടല്ലേ. ഓക്കെ. കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ പ്രാരാബ്ധമായി തുടങ്ങി. അത് കാരണം അഖില് ബിസിനസ്സിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വികസിപ്പിക്കുകയാണ് അല്ലേ. ആ അതെ. അപ്പൊ ഞങ്ങൾ പോവാട്ടാ. ഇതിന് എത്ര പൈസ? പൈസ വേണ്ട. പൈസ വേണ്ടാന്ന്. ആ ശരി. അപ്പൊ ടാറ്റു അടിക്കണം എന്നുള്ളവർ ഇങ്ങോട്ട് പോന്നോട്ടാ. എൻ്റെ ഫോൺ നമ്പർ ഇതിലുണ്ട്, വിളിച്ചാൽ മതി. അഖിൽ ഘോഷ്. നമ്മളെ തുന്തൂരിൻ്റെ അവിടെ നിന്ന് കുറേ ഫുഡൊക്കെ കൊണ്ടുവന്നു. ബിരിയാണി, ചിക്കൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണിയും പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അയില വറുത്തത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓ വല്ലാണ്ട് കഴിച്ചത് ഇത്തിരി അധികമായി പോയി ചേട്ടൻ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ഹെവിയായി പോയി. കുറച്ചു നേരം ചാറിലായിട്ട് ഓടി നടക്കായിരുന്നു. കഴിച്ചതിന് ചാറിൽ എന്ത് പഴിച്ചു. ഇതിനാണ് ഓഞ്ചടായോ. സുന്ദരമായോ, സുന്ദരമായോ. താല്പര്യമില്ല. ഓടില്ല. അവിടെ പോയി കിടക്കുക. മതി അയാൾക്ക് ഓടി മതി. നമുക്കേ അതായത് കഴിയുന്ന കേട്ടെ ഇട്ട് വരാം. നാളെ പരിസ്ഥിതി ദിനമാണ്, ജൂൺ 5. അതായത് ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് അല്ല, ഈ വീഡിയോ ഇപ്പൊ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കില്ല. മറ്റന്നാളായിരിക്കും ചിലപ്പോൾ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എല്ലാ കൊല്ലം മരം നടാറുണ്ട്. ജൂൺ 5 നോക്കിയിട്ടല്ല. അല്ല, ജൂൺ 5 അന്ന് എന്തെങ്കിലും മരം നടും, എന്തെങ്കിലും ഒരെണ്ണം നടും. നാളെ ഈ കേരളത്തിൽ 1 കോടി മരങ്ങളാണ് നടുന്നത്. 1 കോടി വൃക്ഷങ്ങളാണ് നടുന്നത്. ഈ 1 കോടികൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരെ നോക്കണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിവിടെ ഓരോരുത്തരെ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഞാൻ നാളത്തേക്ക് നടാനായിട്ട് നാളെ നടാനായിട്ട് വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് നടുകയാണ്. എന്നാലും നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യുന്ന നാളെ കാണിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ മറ്റന്നാളാണ് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഒരു മാവ് തൈ നോക്കിയാൽ ഇവിടെ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചിട്ട് തയ്യാ ഭയങ്കര കനത്. അയ്യോ, ആ ഉന്തുവണ്ടിയിലേക്ക് വെച്ചിട്ട് തള്ളി കൊണ്ടുവരേണ്ടി വരും. ഇതെടുത്തോളൂ. നോക്കിയാ തൈ നോക്കിയാ നാം ഡോക്ക് മൈ മാങ്കോ കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിച്ചോണ്ട്. ഇതാ അയാൾ പറഞ്ഞത് 2 കൊല്ലം കഴിഞ്ഞ് വാങ്ങിണ്ടാവുന്നാണ് പറഞ്ഞത്. ആര്? പൂജ നഴ്സറി എന്നാണ് വാങ്ങിച്ചത്. മണ്ണത്തിയിട്ടുള്ളത് 1200 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. അപ്പം ഇത് നമ്മൾ നടുകയാണ്. പിന്നെ നടാൻ പോണേ അവിടെ സ്ഥലമുണ്ട്. ഞാൻ സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ അഭിഷ്ടപ്രകാരം ഒരു താമര വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആയിലും മറ്റേ ഫ്രണ്ടിലത്തെ കുളത്തിൽ ഒരു ആമ്പൽ വെച്ചിട്ടുണ്ടല്ലോ, കുഴിച്ചിടാനെ. അല്ല, ഇത് കൊണ്ടുവന്ന് വെക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിനെ നമുക്ക് ചാക്കിലെടുത്തിട്ട് കൊണ്ടുപോകാം. ചാക്കെടുക്കാം, അത് പിടിക്കാൻ കിട്ടില്ല അല്ലേ. തല പിടിക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ ഇതിൻ്റെ പ്രാർത്ഥനാഗാനുണ്ട്. നമ്മൾ മരം നടുമ്പോൾ സരിതരെ പ്രാർത്ഥനാഗാനുണ്ട്, സുഗതകുമാരി ടീച്ചറുടെ. അതിൻ്റെ ആവശ്യമുണ്ടോ? അത് വേണം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കേണ്ടത് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ എല്ലാം ഇതിലുണ്ട്, ഓൾറെഡി ഒക്കെ ഉണ്ട്. നട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അല്ല, എല്ലുപൊടി അതൊക്കെ ഇട്ടോളാൻ പറഞ്ഞില്ലേ? എല്ലുപൊടി ഉണ്ട്, എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കമ്പോസ്റ്റ് ഉണ്ട് നമ്മുടെ അടിപൊളി. അപ്പം ഞങ്ങൾ പാടി നടന്ന നടുമ്പോഴല്ലേ പാടണ്ടേ? നടുമ്പോൾ നട്ടാൽ മതി. അത് നടുമ്പോൾ നട്ടാൽ മതി.
നടുമ്പോൾ പാടിയാൽ മതി. ഗേറ്റ് അടയ്ക്കണം. ചാർലിക്ക് അതച്ച് കിടക്കുകയാണെങ്കിലും ഇല്ലില്ല, ഇപ്പോൾ തൊട്ട് ഗേറ്റ് തുറന്നു കിടക്കണുണ്ടല്ലോ, അവൻ പോവാൻ നോക്കാറില്ല. ഇല്ലേ? മനസ്സിലായി. എവിടെ വരെ പോയാലും ചേട്ടൻ പിന്നാലെ വന്ന് അടിച്ചുകിട്ട് ഗേറ്റ്. ഇത് എന്തിനപ്പോൾ പോണെന്ന് വിചാരിക്കുന്നുണ്ടാവും ആള്. അല്ല, പിന്നെ ഞാനന്ന് ഓടിപ്പിച്ചാല് ആളുകൾ പറഞ്ഞു അതിന് ഭയങ്കര ശല്യാണെന്ന് നായ്ക്ക്. എന്ത്? അല്ല, നമ്മൾ അതിന് ബുദ്ധിമുട്ടിക്കാന്ന് ചിലർ പറയാ. ചുറ്റും ഓടിച്ചാനാ? ആ, ഇവൻ ലോകം മുഴുവൻ ഓടണതാണ്. നമ്മൾ ഈ നായ്ക്കളെ അത് അവന്റെ ഇഷ്ടത്തിന് ഓടണതല്ലേ. ആ, നമ്മുടെ ഇഷ്ടത്തിന് ഓടണത് ഒരാൾ ഓടിപ്പിക്കണത് വലിയ വ്യത്യാസമില്ല ചേട്ടാ. അല്ലല്ല, ഞാൻ പണ്ട് തൊട്ടിട്ടേ നായ്ക്കളെ ഓടിപ്രാന്തി കളിക്കും. അത് ഉണ്ട്. പിന്നിട്ട് ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ഉള്ളപ്പോഴേ കാമറി ടീമുകളൊക്കെ ഉള്ള സമയത്ത് അവരെല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ടാവും എപ്പോഴും. അപ്പോൾ ചേട്ടൻ തലയിൽ മുണ്ടിട്ടിട്ട് ആ റോട്ടിൽ നിന്നിട്ട് ഈ മരത്തിൻ്റെ പിന്നിൽ കൂടെ ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇവർക്ക് ഇവിടെ സംശയമായിട്ട് നിന്നിട്ട് ഇവർ കുരയ്ക്കാൻ തുടങ്ങും. 4 പേരുണ്ടല്ലോ. അപ്പോൾ ഇവർ കുരയ്ക്കുമ്പോൾ ഒരാൾ കാമറയാണ് ആദ്യം കുരച്ചു വരാട്ടാ. കുരയ്ക്കണ കാര്യത്തിൽ കാമറീനെ അല്ലേ ഒരാൾക്കും പറ്റില്ല. അംബ്രോസിനാണ് ഒരു കാര്യമില്ലാത്തത്. ബാക്കിയുള്ളവർ പിന്നെ ഒപ്പം നിൽക്കും. എന്നിട്ട് അവരിങ്ങനെ കുരച്ചു വരും. അപ്പോൾ ചേട്ടൻ തലയിൽ മുണ്ടിട്ടിട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെ അവറ്റങ്ങളെ പ്രാങ്ക് ആക്കിയിട്ടേ അങ്ങനെ ചെയ്തിട്ട് ഫോണിൻ്റെ അലാറം അടിക്കണ്ടല്ലോ. ഇപ്പം എന്തിനാ ഞാൻ അലാറം വെച്ചേക്കണേ? അങ്ങനെ അവറ്റകളെ പറ്റിച്ചിട്ട് അങ്ങനെ കളിക്കില്ലേ. ഞാൻ അവറ്റകളായിട്ട് എപ്പോഴും ഓടിപ്രാന്തി കളിക്കും. എനിക്ക് കളിക്കാനായിട്ട് വേറെ ഇവിടെ പിള്ളേരുകളില്ല. അപ്പം ഞാൻ കളിക്കുന്നത് ഇവറ്റകളൊക്കെ ആയിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ നായ്ക്കളായിട്ട് ഓടിപ്രാന്തി കളിക്കും. ഇവിടെ പാടത്തേക്ക് കൊണ്ടുപോയി മലർത്തി എടുത്തിട്ട് കിക്കിളിയാക്കും പട്ടികളെ. ഇങ്ങനെ എനിക്കത് അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഒരു ജാതി പോലെ തോന്നൂട്ടാ. അപ്പോൾ അവറ്റകൾ ഒരു സൗണ്ട് ഉണ്ടാക്കും. എങ്ങനെയായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ. അത് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത് ഏറ്റവും മിടുക്കൻ ടൈസൺ ആട്ടാ. അവളിങ്ങനെയൊക്കെ ഇങ്ങനെ ചിരിക്കണ പോലത്തെ ഒരു ശബ്ദം. അങ്ങനെ ഓരോന്നൊക്കെ ചേട്ടന് തോന്നിക്കണ കാര്യങ്ങളൊക്കെ ചേട്ടൻ അങ്ങനെ ചെയ്യും. ഇപ്പില്ല മാത്രമേ അത്. അതേപോലെ തന്നെ ഇപ്പൊ ചാർലിച്ചപ്പോൾ ഓടിപ്രാന്തി കളിക്കുന്നു. ഇവിടെ കളിക്കാൻ എനിക്ക് സൗകര്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ കളിക്കുന്നു. ആ, ജഗ്ഗുദേ അഖിൽ തന്ന ടീഷർട്ട് ഇട്ട് വന്നിരിക്കണു. നോക്കിയേ ജഗ്ഗുവിന് ഭംഗിയുണ്ടോ എന്ന് നോക്കിയേ. ഇങ്ങോട്ട് തിരി. ആ, ജഗ്ഗുവിന് ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. നീ കുളിച്ചാ? തലേന്നൊക്കെ വെള്ളം ഒഴുകണ്. അപ്പൊ നീ തല തോർത്താത്തെ? പോയി തല തോർത്തിയേ. അയ്യോ, വേഗം വരാൻ പറഞ്ഞിട്ട്. അല്ല, ഇതിന്റെ ബാക്കിലത്തെ വർക്ക് നോക്കട്ടെ. അഖില് ചെയ്ത സാധനം ഇത് ശരിക്കും നമ്മുടെ അധോലോകത്തിന് പറ്റിയിട്ടുള്ള ലോകമായിരുന്നു ചേട്ടത് അല്ലേ? അണ്ടർ വേൾഡിന് പറ്റിയ സാധനമല്ലേ ഇത്? ഇതൊക്കെ സ്കള് ഇങ്ങനെ ഇവിടെ മണടിച്ച് കിടക്കുന്നുണ്ട്. തല തോർത്തി പോയിട്ട് ജഗ്ഗു തലപിടി. അപ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ താമരശ്ശേരി വീട്ടിൽ ആഘോഷിക്കാൻ പോവാണ്. ജഗ്ഗു ബിരിയാണി ഇഷ്ടമായ? ജഗ്ഗു വന്നിട്ടുണ്ടായിരുന്നില്ല ഇനോഗ്രേഷനെ, സ്കൂളിൽ പോയി. സാധാരണ ബിരിയാണി പോലെ തന്നെയാ ഇവിടെ ഇട്ട് വയ്ക്കാൻ പോണു. ഭയങ്കരമായിട്ട് മതിലരൂത്തിക്ക് നീക്കി വെക്കണ്ട. അതെ കണ്ട, അതാണ് അറ്റത്തേക്ക് നീങ്ങിപ്പോയി. അതൊന്നല്ല അധികം വലിപ്പം വലിയ ഈ മാവുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിന്റെ വലിപ്പം ഏകദേശം വരുത്താൻ പാടുള്ളൂ. അല്ല, ചില നമുക്കേ മരാവുമ്പോഴേ അത് വെച്ച പോലെ തന്നെ നിൽക്കണ സാധനമല്ല, വളരണതാണ്. അപ്പം അത് വെക്കുമ്പോൾ വളർന്ന് വരുമ്പോൾ ഇങ്ങനെയാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം മുന്നേ. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് മരങ്ങൾ പിന്നെ അതിന് ശേഷം കുറേ വെട്ടണ്ടിയൊക്കെ വന്നു. അല്ല, അത് വെച്ച് വളർത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ വെട്ടുമ്പോഴേ ഭയങ്കര സങ്കടം. അത് അല്ല, അത് കാട്ടുമരങ്ങളാണല്ലോ. അപ്പം വിഷമില്ലല്ലേ? അല്ല, കാട്ടുമരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് ശേഷമാണല്ലോ നമുക്ക് തിരിച്ചറിവുണ്ടാവണത്. നമുക്ക് കുറേ അതാ പറഞ്ഞത്. ഇനിയെങ്കിലും അത് പറ്റിയ അബദ്ധം വീണ്ടും പറ്റരുത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിലാണ് നടുന്നത് കേട്ടോ. നോക്കിയാൽ ഭയങ്കര ദൂരം കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ നടുന്നത്. അവിടേക്ക് അച്ഛൻ പുല്ല് കൊണ്ടുവച്ചതാ. അവിടെ പുല്ല് വരും. അങ്ങനെ നമ്മളെ അടുത്ത മരം. അപ്പോൾ എല്ലാവരും പരിസ്ഥിതി ദിനത്തിൽ മരങ്ങൾ നടാം. ഞാനും ചേക്കും ഞങ്ങളുടെ ഉല്ലൂർ സ്കൂളിൽ, വൈലോപ്പള്ളി സ്കൂളിൽ 100 മാവും തൈ ഞങ്ങൾ ഇവിടുന്ന് വളർത്തി ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി നട്ടു.
സ്കൂളിന്റെ 100ാം വാർഷികത്തിന് വൈലോപ്പിള്ളി സ്കൂളാണതേ, അതുകൊണ്ട് വൈലോപ്പിള്ളി ഹെഡ് മാഷായിരുന്ന സ്കൂളായിരുന്നു. പക്ഷേ എന്തിട്ട് കുറച്ചാൾ പിടിച്ചു കഴിഞ്ഞു. പിന്നെ ആളുകളെ അതല്ല കൊറോണ വന്നു. അപ്പൊ അത് സ്കൂളൊക്കെ അടച്ചില്ലേ, നനയ്ക്കാണ്ട് നോക്കാണ്ടൊക്കെ. അതൊന്ന്. രണ്ടാമത് പിന്നെ അവിടെ എന്താ ഗാലറി പണിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ അവിടുത്തെ സ്കൂളുകാരും ശ്രദ്ധിച്ചില്ല. എന്തായാലും മരങ്ങൾ വളർന്നാലും അതൊക്കെ വെട്ടിക്കളയേണ്ടി വരും. ഗാലറി പണിയാൻ പോകുന്ന ഗ്രൗണ്ടിന്റെ. അങ്ങനെ എല്ലുപൊടിയാ എവിടെ ഇവര് പുല്ല് വയ്ക്കാൻ പറ്റിട്ടുള്ളതാ തോന്നുന്നുണ്ട് കേട്ടാ. ഒരു കട്ട ശരിക്ക് അവിടെ കൊണ്ട് നിൽക്കാൻ വേണമെങ്കിൽ നമ്മൾ മരം നടനല്ലേ കാര്യം അല്ലേ സരിത? പിന്നെ തൊട്ട കാര്യം അതിനെ പരിപാലിച്ച് വളർത്തണം. അതിനെ വലുതാക്കി എടുക്കണല്ലേ കാര്യം. നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം അല്ല. ഈ പൂച്ചെടികളെ ഇനി പരിപാലിക്കണ പോലെ ഒന്നും മരങ്ങളെ പരിപാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. വളർത്തി കിട്ടിയാ പിന്നെ അവർ പിടിച്ചു ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി. അതന്നെ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള മാമ്പഴാണെന്നാണ് പറയണത്. അത് ആ പെൺകുട്ടി പറഞ്ഞില്ലേ, നമ്മൾ ഇവിടേക്ക് മാടായിക്കോണത്തേക്ക് പോയില്ലേ, കർഷകശ്രീ അവാർഡ് കിട്ടിയത്. ഒരു ടെറസിന്റെ മുകളിൽ ഒരു 3-4 ഈ നാന്തൊക്കെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയെ പറഞ്ഞത് കേട്ടാ നല്ല ടേസ്റ്റുള്ള മാമ്പഴാന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഇത് വാങ്ങിച്ചേട്ടാ. ഇനിയും വാങ്ങിക്കാം, ഇനിയും വെക്കണം. നമുക്ക് വെക്കാൻ സ്ഥലമുണ്ട് ഇവിടെ, നല്ല മണ്ണിളക്കുള്ള സ്ഥലം കേട്ടാ. അതായത് എനിക്ക് ഇതിൻ്റെ വളർച്ചേനെ പറ്റിയിട്ട് എനിക്ക് പേടിയില്ല. ഇവിടേക്ക് ഉറക്കെ കയറാൻ പോകട്ടെ. ഞാൻ പാട്ട് പാടിക്കതേ ചുമ ഇതിപ്പോൾ എടുത്ത് അതിലേക്ക് വെച്ചിട്ട് ഇത് അല്ല ഇളകും, മണ്ണിളകും. കണ്ട ഇളകുന്നുണ്ടാ? അയ്യോ ഒക്കെ പോയില്ലേ? സാറില്ല, ഇളകിയോട്ടെ ചേട്ടാ. ഇളക്കിയിട്ട് വെക്കണമെന്നല്ലേ പറയണേ. നഴ്സറിയിലത്തെ മണ്ണല്ലാണ്ട് കവർ എടുക്കണ്ടേ? ആ കവറ് അടക്കം എന്തിനാ പരിക്ക് വെച്ചേ? നീ എനക്കാണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം. ശരി പിടിച്ചു. നീ മണ്ണിളക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യണില്ല, ഞാൻ പിടിച്ചിട്ടുള്ളൂ. അത് അടക്കം അതിലേക്ക് വെക്കേണ്ട വല്ല ആവശ്യമുണ്ട് ചേട്ടന്? അങ്ങനെ പിടിച്ചാ മതിട്ടാ, വലിക്കരുത്. ഞാൻ ഒന്നും ചെയ്യണില്ല. അതെ മഴ ദേ കയ്യുമെന്ന് ചോര വരുന്നല്ലോ. ഇതെങ്ങനെയത്? കോറിൻ്റെ എടുക്കാനാ എന്തെങ്കിലൊക്കെ പറയുന്നേ. ആ എല്ലുപൊടി എടുത്തേ, എല്ലുപൊടി പിടിക്കണം. അവൻ്റെ നോട്ടം നോക്കിയേ, ഇമ്രാൻ്റെ നോട്ടം കണ്ട എല്ലുപൊടിയിലേക്ക്. ഇനി എല്ലുപൊടിയിടാം കേട്ടോ. ആ സൈഡിലേക്ക് ചെയ്ത്, ആ സൈഡിലേക്ക് കൂടുതലിട്ടോ, കുഴപ്പമില്ല. കൂടുതലൊന്നും ഇടേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. മതി 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 മതി. അങ്ങനെ മണ്ണിടണു. അത് പിടിച്ചേക്കാം കൈ കൊണ്ട്. അല്ല കൈക്കോട്ടുകൊണ്ട് ഇട്ടൂടെ, കൈ കൊണ്ടാക്കാണ്ട്. അല്ല അതൊരു രസം. അങ്ങനെ നമ്മുടെ മരം നടൽ കഴിഞ്ഞു. കൈ കഴുകിയേ. അങ്ങനെ നാംഡോക്ക് മെയിനിൽ വെള്ളം ഒഴിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ താമരാലി കൊഴുക്കൊന്ന് കുഴിച്ചിടാം. നമ്മുടെ നല്ല ഭംഗിയുള്ള താമര കേട്ടാ. ആമ്പലുണ്ടതിൽ അടച്ചത്. ഇത് സഹസ്രദള പൽപ്പമല്ല കേട്ടാ. അല്ല, സാധാരണ നോർമൽ സാധാരണ പൽപ്പം. ഇതിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അവര്. അയ്യോ, ഇതിപ്പോ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അത് അതില് വെള്ളത്തിൽ കലർന്നു പോവോ? മണ്ണിടേണ്ടി വരുമോ? കുറച്ച് അത് ഞാൻ കുത്തി ഇതാക്കാം. മതി, അത് ഞാൻ ഇളക്കി അരിക്ക് ഇത് ആക്കാം. ഇതിൽ ആമ്പലുണ്ട്. അത് എൻ്റെ വീടിൻ്റെ അടുത്ത് ജലിച്ചേട്ടൻ ഇല്ലേ, എന്താ പറയുക, നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള. അപ്പോൾ അവർ വീട് വിറ്റുപോയി അവിടെ നിന്ന്. അപ്പോൾ അവിടെ കുറേ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെടികളൊക്കെ അവിടെ നിന്ന് കൊണ്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെക്കാമല്ലോ. അവർ വീട് വിറ്റ് പോവുക. വീട് വാങ്ങിക്കുന്നവർ ആ വീടൊക്കെ ആദ്യം തന്നെ JCB കൊണ്ടുവന്ന് നിരപ്പാക്കി അവിടെ നിന്ന് മണ്ണൊക്കെ എടുക്കും. അപ്പോൾ അതെല്ലാം പോവും. അപ്പോൾ കൊണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ആമ്പലാണ് ഞാൻ എടുത്തത്. പിന്നെ വേറെ കുറച്ച് ചെടികൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ചില്ല. പക്ഷെ ആമ്പലം അന്ന് വെച്ചപ്പോൾ ഇട്ട് പൂവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അപ്പം അവിടെ ഈ സഹസ്രദള പത്മം ഉണ്ടായിരുന്നു. അത്ര എന്താ പറയുക, ഒരു മുട്ടുണ്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞു നമുക്ക് താമര ആവശ്യമില്ലാന്ന്.
ആ ചേച്ചി വെറുതെ കൊണ്ടൊക്കെ എത്ര വട്ടം പറയുമെന്ന് അറിയോ? ശാസ്ത്രദള പത്മത്തിന്റെ ഇല ഇതിൽ കൊള്ളില് ഓരോന്നില്ല, ഭീകരമായ ഇലകളാണ് അവിടെ. ആ 5-6 ഇല കൊള്ളില്ലേ പിന്നെ അങ്ങനെ ഇതിപ്പോ 500 കൊടുത്തിട്ട് ഇപ്പൊ വാങ്ങിച്ചത് അല്ല, ശാസ്ത്രദള പത്മല്ലല്ലോ. അല്ല, സാധാരണ ലോട്ടസ്. ഇതിപ്പോ അതിൽ മുങ്ങി പോലി പൂവും മുങ്ങണമല്ലോ. മറ്റേത് വെക്കും, മറ്റേതും മുങ്ങിയതല്ലേ, പിന്നെ അതിന്റെ ഇല അവര് വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നോളും, തണ്ട് നീളം വെച്ച്. ഇഷ്ടിയടിയിൽ വെക്കണ ഒരു ഇഷ്ടി, എൻ്റെ ഇഷ്ടി. ഇതിന് ഇത്തിരി വളട്ട് കൊടുക്കായിരുന്നു ചേട്ടാ ആമ്പലിന്. ഇത് വേണ്ട, പൂവ് ചെറുതായി തുടങ്ങി. ഇതിലത്തെ ഗപ്പികളൊന്നും കാണാനില്ലല്ലോ. സരിതൈ കയറ്റടച്ചേ ഇഷ്ടിയേര മുകളിലാണ്ട് വെക്കാം. താമരയും ആമ്പലും ഒക്കെ കൂടിയിട്ടാണ്ട് വലുതാവട്ടെ. വഴുക്കി വീഴരുത്, മൈക്ക് എടുത്ത് ഇടയ്ക്ക് നമ്മൾ ഇത് കഴുകാറുണ്ടായിരുന്നു അല്ലേ. ആദ്യം മറ്റേ കോഴിക്കാർപ്പ് മീനുകളില്ലേ, അതിനിട്ട സമയത്ത് ആ മീനുകളെ കാണണ്ടേ, വെള്ളം തെളിഞ്ഞെടുക്കുമ്പോഴല്ലേ മീനെ കാണുള്ളൂ. പിന്നെ അതിന് ശേഷം ഗപ്പികളതിന് ശേഷം ഇത് കഴുകാറില്ല. ഇതൊരു നാച്ചുറൽ കുളമായിട്ട് മാറി. ഇമ്രാൻ നോ നോ നോ. എല്ലുപൊടിയുമില്ലാണ് അവൻ്റെ ശ്രദ്ധ. ദേ ചുട്ടപ്പെട കിട്ടും. മറ്റേ ചട്ടിയും കൂടി പൊക്കിക്കും, അതിലിത്തിരി വളട്ട് കൊടുക്കും. നമ്മുടെ ഈ ആമ്പലുണ്ടല്ലോ, അതിന്റെ ഭയങ്കര ഉയരത്തിലായില്ല. ആമ്പലിന്റെ ആ തണ്ടിനൊക്കെ നല്ല നീളം. ഇനി ആമ്പല് കട്ടാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ആമ്പലിന്റെ കട്ട എടുത്തിട്ട് താമര കട്ടടിക്കും. ഇതിലത്തെ വെള്ളം നമ്മളെങ്ങനെയാ കളയാറ്? അത് ഓണാക്കിയിട്ടിട്ട് അല്ലേ, ഇതിലത്തെ വെള്ളം കളഞ്ഞിട്ട് നല്ല ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളമാക്കാം. താമര പുറത്തായി ആകെ കരി വെള്ളയില്ലേ, കലങ്ങി. ഇതിന് പിന്നെ ഉയരത്തിലുള്ള ഈ കുളം ക്ലീൻ ആക്കല് ജഗ്ഗുന്റെ പണിയായിരുന്നു. ഏയ് ഞാൻ കേറിവിടെ ഇനിയില്ലേ, ഇതുകൊണ്ടൊന്നും നിന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ 40 ചെത്തി തൈ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. റോസ് കളർ, റോസ് കളറാ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ആ റോസ് ചെത്തികളുടെ ഭംഗി കണ്ടിട്ടേ ചേട്ടന് ഒരെണ്ണം 20 രൂപ. 20 രൂപ. ഞങ്ങൾ ആദ്യം മറ്റേ സദേണിലേക്ക് പോയി, അല്ല സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാമിലേക്ക് പോയിട്ടാ, അവിടെ ഒരെണ്ണം 100 രൂപ. പൂവുണ്ടായി നിൽക്കണ വലിയ തൈകള്, അത്രയ്ക്ക് വലുതിന്റെ ആവശ്യമില്ല. ഒരെണ്ണം 100 രൂപ. അപ്പൊ 40 എണ്ണം വാങ്ങിക്കണേ 4000 രൂപ. എന്നിട്ട് അവിടെ ചെറുതില്ല, അപ്പൊ പൂജയിൽ പോയി, അപ്പൊ ഇത് ചെറുത് കിട്ടി. ഇത് മതി നമുക്ക്. ഇതിപ്പോ 40 തന്നെ 800 രൂപയല്ലോ. നമ്മുടെ ഈ പപ്പായൊക്കെ വാടി നമുക്ക് നാളെ വരെ പോയിട്ട് വരണേ. പറ്റി കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ഥലം മൊത്തം 48 സെന്റ് സ്ഥലമാണ്. അതിൽ ഇത് ഷാൻചേട്ടൻ്റെ കഷ്ണം. നടുവിൽ ഇപ്പം നമ്മൾ ചെയ്യണത് സജീവൻ്റെ, അതിൻ്റെ അപ്പുറത്ത് അല്ലൻ ചേട്ടൻ ചെയ്യണത് ചെറുചേട്ടൻ്റെ സ്ഥലത്ത്. അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും താന്ന് കിടക്കുന്നത് ഈ നടുവിലത്തെ സ്ഥലം സജീവൻ്റെ. ഇവിടെ മഴ പെയ്ത് അപ്പം നിറയെ വെള്ളം കെട്ടിക്കും. ഇപ്പൊ ഇപ്പൊ വലിയ മഴ ഇന്നത്തെ ദിവസം ഒന്നും വലിയ കാര്യമായിട്ട് പെയ്യില്ല. മഴ പെയ്തപ്പോ ഒരു 3 ദിവസം വെള്ളം കെട്ടിയിരുന്നില്ലേ, ആ സമയത്ത് നമ്മുടെ ഈ പപ്പ നോക്കിയ പാടി കണ്ട. പറഞ്ഞില്ലേ മറ്റേ എയർപോർട്ട് എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് അതിൽ വെക്കണം. ഇവിടെ കുറെ പേര് പകല് നടത്തണം. അയ്യോ, ഇവിടെ ഇങ്ങനെ കിടക്കണല്ലേ തീരെ വരാൻ പറ്റില്ല. കൊതുക് നമ്മളെ പൊതിയും, നാശായി പോയി. നമ്മുടെ മുളകുകളൊക്കെ ദേ വാടി നിൽക്കണു ചേട്ടാ. മുളകുകളൊക്കെ വാടി. ഈ സാധനം കണ്ട നോക്കിയ സാരിത്തെ പപ്പ നമ്മള് കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ച പപ്പയല്ലേ കാണുന്നത്, നല്ല പപ്പ കായ പൊട്ടിച്ചത് വാടി. ഇതിനോട് ചേർന്ന് കിടക്കണ അല്ലും ചേട്ടന്റെ പപ്പകൾ നോക്കിയേ. ഭാഗ്യത്തിന് കുഴപ്പം സംഭവിച്ചിട്ടില്ല. അവിടെ നല്ല ക്ഷീണം വരും. ഇങ്ങനെയൊക്കെയാണ് കൃഷിസ്ഥലം ആകെ. ഇനി അടുത്ത ആഴ്ച തൊട്ട് ഭംഗിയാക്കാം നമുക്ക്. ചവർ നോക്കിയേ വീണിട്ട്. ചവറുമായ
അപ്പം ശരി. അപ്പം ഞാനേ ഇനി മറ്റേ ചെത്തിയിൽ പോയിട്ട് നടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ നന്ദി, നമസ്കാരം.